ആരാണ് വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയത്? ഞാൻ തന്നെ. എത്രയാണ് നഷ്ടപരിഹാരം? 4 കോടി രൂപ. നോട്ടീസ് നമ്മുടെ വക്കീലിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. വക്കീല് മറുപടി ഡ്രാഫ്റ്റ് ചെയ്യുകയാണ്. നാളെ മറ്റന്നാളോ ഇങ്ങോട്ട് കൊടുത്തുവിടാന്ന് പറഞ്ഞു. ഞാൻ നേരിൽ പോയി ബാംഗ്ലൂർ സൈറ്റ് സന്ദർശിച്ച് മടങ്ങി വരുന്നവരെ ഇക്കാര്യത്തിൽ യാതൊരു ആക്ഷൻ എടുക്കാൻ പാടില്ല. ഒന്നും ഫയൽ സെബാസ്റ്റിനെ ഏൽപ്പിക്കുക. ഇത് കംപ്ലീറ്റ് പഠിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് എനിക്ക് കിട്ടണം ഉടനെ. യെസ് സർ. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാവരെക്കാളും പ്രായ കൂടുതലുണ്ട് ഈ കമ്പനിക്ക്. ഇങ്ങനെ ഒരു പരാതിയും വക്കീൽ നോട്ടീസും ഇത് ആദ്യമാണ്. ഇന്ന് വൈകുന്നേരം ഞാൻ അവിടെ എത്തുന്നുണ്ടെന്ന് ബാംഗ്ലൂർ ഓഫീസിലും ഗസ്റ്റ് ഹൗസിലും വിളിച്ച് പറഞ്ഞേക്ക്. പോകാനുള്ള ഏർപ്പാടും ചെയ്യും. ഓക്കെ സർ. പോയാ അവൻ എപ്പോഴാ വരിക? അറിയില്ല. ഒന്നും ചോദിക്കാൻ പറ്റാത്ത വിധത്തിൽ മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ താഴത്തേക്ക് വരും, നേരിട്ട് ചോദിക്കുക. പെട്ടികൾ കാറിൽ വെച്ചോ ശിവനവേട്ട? ഒക്കെ വെച്ചു എന്നാ തോന്നണേ. എന്നാലും നോക്കിയേക്കാം. എന്താ കുട്ടാ കുഴപ്പം? നമ്മുടെ കമ്പനി ബാംഗ്ലൂർ പണിയുന്നത് ഒരു 24 നില കെട്ടറ. ആ, ലിഫ്റ്റിന്റെ പണിക്കാരെ വന്നപ്പോ പറയുന്നു കെട്ടിടത്തിനൊരു ചെരിവുണ്ടെന്ന്. അതിന്റെ കോലാഹല. ഏതായാലും മെനക്കെടായി. ഞാൻ തന്നെ പോയാലേ ശരിയാവും. പോയാ നീ എപ്പോഴാ വരിക? പറ്റില്ല. ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ദേഷ്യം പിടിക്കും. ഞാനല്ലേ പറയണേ, ഒന്നും കുട്ടികളെ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ നോക്കൂ. എന്താ എന്താ എന്താ? ഡാഡിയുടെ കൂടെ ഞങ്ങളും ബാംഗ്ലൂർക്ക് വരിക. ബാംഗ്ലൂർക്കോ? എന്തിനാ ബാംഗ്ലൂർക്ക് വരുന്നത്? ഈ വെക്കേഷന് ഞങ്ങൾ ഫുൾ ടൈം ഡാഡിയുടെ കൂടെ കഴിയാൻ പോവാ. ഡാഡി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോറടിക്കും. ഞാൻ ഇന്ന് പോയ നാളെ ഇങ്ങ് വരില്ലേ? എന്നാലും സാരല്ല, ഞങ്ങളും വരും. വേണ്ട, ആരും വരണ്ട. ഇത് ഓഫീസ് കാര്യത്തിനാ പോകുന്നത്, പിക്നിക്കിനല്ല. ഞങ്ങളും വരിക ഡാഡി, പ്ലീസ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളും വരും. അടി കൊള്ളരുത് അനുവിന്റെ ഇന്ന്. അച്ഛമ്മേ. ഛേ, നാശായല്ലോ ശിവരമേട്ട. ഇവരോട് ആരാ ഞാൻ ബാംഗ്ലൂർ പോകുന്ന കാര്യം പറഞ്ഞേ? സാരല്ലാന്നേ, അവര് വന്നോട്ടെ. ഇറങ്ങാൻ നേരത്തുള്ള ഈ കരച്ചിലും പിടിച്ചിലൊക്കെ ഒഴിവാക്കാം. അവിടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറക്കണ്ട. കരയണ്ട കരയണ്ട കരയണ്ട. അച്ഛമ്മയല്ലേ പറയണേ. നിങ്ങൾ എന്തിനാ അമ്മയെ ശല്യപ്പെടുത്തുന്നേ? കൊന്നോളൂ. വാ. ഈ അനുവിന് തൊട്ടാക്കാരത്തിൽ കുറെ കൂടുന്നുണ്ട്. ഇനി ടിക്കറ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഒന്ന് വിളിച്ച് ഏർപ്പാടാക്കാൻ പറ ശിവരാമേട്ട. വാ, അച്ഛമ്മേടെ പറഞ്ഞിട്ട് വാ. പോയിട്ട് വരാം അച്ഛമ്മ. പോയിട്ട് അമ്മേ. ടാറ്റാ. ശരി ശരി. ഹലോ, കൊടുക്കാം. യെസ്, ഡാനിയൽ ഊട്ടി ഹിയർ. കുട്ടിയും കുട്ടികളൊന്നും വേണ്ട, വെറും ഡാനിയൽ മതി. എന്നാ വെറും ഡാനിയൽ ഹിയർ. ആ, കുട്ടനും കുട്ടികളും അവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഇതുവരെ എത്തിയിട്ടില്ല. വണ്ടി പോയിട്ടുണ്ട്, ഇപ്പൊ എത്തും. എയർപോർട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ പ്ലെയിൻ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി വല്ല ആഫീസിലേക്കാറ്റ പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ആ, അമ്മയുടെ കയ്യിൽ കൊടുക്കാം. ഡാനിയലൂട്ടി, ബാംഗ്ലൂരിൽ പുറത്തൊക്കെ പോണോന്നും പറഞ്ഞു കുട്ടികൾ നിർബന്ധം പിടിക്കും. ഒരു കാരണവശാലും വിടരുത്. ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ തോന്നാത്ത തരത്തിലുള്ള സർവ്വ കളിപ്പാട്ടങ്ങളും ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ആർക്കും ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ആ, അവർക്ക് രാവിലെ പാലിൽ റൊട്ടി മുക്കി. അതൊക്കെ അദ്ദേഹം എത്തിപ്പോയിന്നാ തോന്നുന്നു. ഞാനിന്ന് നോക്കട്ടെ. അയ്യോ, കുട്ടികൾ ഉറങ്ങിപ്പോയോ? ദേ നോക്കിക്കേ, മോനെ മോളെ. ദേ ഡാനിയൽ ടെങ്കിൾ നോക്കിക്കേ, മോനെ. ഹലോ ഹലോ. ദേ എന്തൊക്കെ കളിസാമാനങ്ങളാന്ന് നോക്കിയേ. കാറുണ്ട്, ജീപ്പുണ്ട്, ബലൂണുണ്ട്, ജിരാസി പാർക്ക് ഉണ്ട്, തീവണ്ടി ഉണ്ട്. മോനെ. ഹലോ ഹലോ, ഇങ്ങനെ ഉറങ്ങിയാലെങ്ങനെയാ? പഴം കഴിക്കണ്ടേ, പാല് കുടിക്കണ്ടേ? മോനെ മോളെ. എടോ ഡാനിയലേ, താൻ ഇങ്ങോട്ട് വർത്താനം പറയടോ. ഇത് STD ആടോ. ഇപ്പൊ കണ്ണു തുറക്കും, എന്നിട്ട് പാല് ചോദിക്കും, കേക്ക് ചോദിക്കും. മോളെ മോനെ. ഉന്തല്ലേ മോനെ. ഡാനിയലോട് ഇത്രയും ശ്രമിച്ചിട്ട് അവർ ഉണർന്നില്ലല്ലോ. ഇല്ല. എന്നാ ഇനി വിളിക്കണ്ട. രാവിലെ അവർ തനിയെ ഉണർന്നോളൂ. അയ്യോ, അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഫ്ലൈറ്റ് നല്ലോണം കഴിച്ചു, അത് മതി അവർക്ക്. പെട്ടിയെടുത്ത് വയ്ക്കും. ഓ, ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു? ഹലോ. പുല്ലേ. ഞാൻ ഓഫീസിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. വരാൻ വൈകും. ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാം. ശരി സാർ. കുട്ടികളെ നോക്കിക്കൊള്ളണം. ഓ, ഈ കണക്ക് ഞാൻ ഇനി 7 ദിവസം കൂടെ ഇവിടെ നിൽക്കേണ്ടി വരുമല്ലോ. മടുത്തു. ഓരോരുത്തർ ഉണ്ടാക്കി വെക്കുന്ന പുലിവാലിന് ഞാനാണ് വലയുന്നത്. വന്നിട്ട് 6 ദിവസമായി. ഇതുവരെ കുട്ടികളോടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. ഞാൻ ഏതായാലും ഒന്ന് നേരത്തെ പോവാ. അവരുറങ്ങുന്നതിന് മുമ്പ് അവരോട് ഇത്രയേരെങ്കിലും വർത്താനം പറയണം. ഇല്ലെങ്കിലേ പെട്ടിച്ചുണ്ടേ. ഇതാ ഞാൻ പോവാ.
എന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നത്? വിളി വന്നില്ല. വിളിയോ? എന്ത് വിളി? 1 2 3 4 എന്ന വിളി. 1 2 3 4. അതെ, 1 2 3 4 എന്ന വിളി കേൾക്കാതെ അനിങ്ങിയ പിള്ളേര് ചൂടാവും. അവരെവിടെ? ഒളിച്ചു കളിക്കുക. ഇതുവരെ വിളി വന്നില്ല. ഇന്നലെ 1 മണിക്കൂർ കഴിഞ്ഞാ വിളിച്ചത്. ഇന്നിപ്പോ 2 മണിക്കൂർ ആകുന്നു. 2 മണിക്കൂറോ? ഓ അന്വേഷിച്ചോ. ഓ ഞാനിപ്പ കണ്ടു പേടിച്ചു തരാമേ, മോളെ. ഞാനിപ്പ കണ്ടു പേടിച്ചു മോളെ. തരാമേ. ഇവിടുണ്ട്, ഇവിടുണ്ട്, ഇവിടെ ഇല്ല. ഞാൻ കണ്ടുപിടിക്കാം. അനു, ആ, സുധി, അവിടെ ഇല്ല. ബാത്റൂമിലുണ്ടാവും. ബാത്റൂമിൽ അനു, മോനെ കണ്ടേ. ഇവിടെ ഇല്ലല്ലോ. സുധി, അനു, സുധി, സുധി. അനു, പിള്ളേരെ എവിടെയും കാണുന്നില്ല. ഹലോ അനു, ഇത് എവിടുന്ന്? ഞങ്ങൾ ഞങ്ങളുടെ മമ്മിയുടെ വീട്ടിൽ നിന്നാ. എവിടുന്ന്? എവിടെന്നാ പറഞ്ഞേ? മമ്മിയുടെ വീട്ടിൽ നിന്ന്. കളിക്കാതെ കാര്യം പറയാനോ. എവിടെന്നാ? മമ്മിയാ ഞങ്ങൾ കണ്ടുപിടിച്ചു ഡാഡി. ഞങ്ങൾ ഇന്ന് മമ്മിയുടെ കൂടെയാ കിടക്കുക. അത് പറയാനാ വിളിച്ചത്. ഫോണൊന്ന് കൊടുക്ക. ആർക്കോ? മമ്മിക്കോ? മമ്മി സംസാരിക്കില്ല. ഡാഡി ഇവിടെ വന്ന് മാപ്പ് പറയാതെ മമ്മി ഒന്നും സംസാരിക്കില്ല. വരൂ ഡാഡി, ഇപ്പോഴത്തെ അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1 ലവ് ഷോർ, ബാംഗ്ലൂർ നോർത്ത്. വാ വാ. ഫോണിലൂടെ ഞങ്ങള് പറഞ്ഞല്ലോ ഞങ്ങള് വരില്ല. മമ്മി വിടുകയില്ല. മമ്മി വേണ്ട, മമ്മി വരില്ല. ഡാഡി മാപ്പ് പറഞ്ഞാലേ മമ്മി വരൂ. ഒന്ന് വരുന്നുണ്ടോ ഇങ്ങോട്ട്? അതോ ഞാൻ അകത്തേക്ക് വരണോ? മാപ്പ് പറ, അപ്പ വരും. ശരി, ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഹാവൂ, തോറ്റു. ഇപ്പൊ ഡാഡി ശരിക്കും തോറ്റു. ഇത്രയും ഉണ്ടായിരുന്നുള്ള കാര്യം. ഒരു ചെറിയ മാപ്പ്, ചിന്ന മാപ്പ്, ചിന്ന ചിന്ന മാപ്പ്. അതിന് ഈ കുഞ്ഞു കുട്ടികളെ ഇത്രയും ബുദ്ധിമുട്ടിക്കണമായിരുന്നോ ഈ ഡാഡി? പാവങ്ങള്. സ്വന്തം മമ്മിക്ക് വേണ്ടി ഇവരെത്ര കൊതിച്ചു, എത്ര കഷ്ടപ്പെട്ടു, എത്ര സഹിച്ചു. ഇവരുടെ മനസ്സിലെ ആശകളെ പറ്റി ചിന്ന ആശ, ചിന്ന ചിന്ന ആശ. ആ ആശകളെ പറ്റി ഈ ഡാഡി വല്ലതും അറിയുന്നുണ്ടായിരുന്നോ? അവരുടെ ആശകളും സ്വപ്നങ്ങളും ഒക്കെ എന്നെ പോലെ അറിയുന്നവർ വേറെ ആരാ? വേറെ ആരുമില്ല. ഇല്ല. അപ്പൊ മമ്മിക്കോ? മമ്മി. ശരി പാപ്പോ. മമ്മി കണ്ടോ കണ്ടോ, മമ്മിയെ പറ്റി പറയുമ്പോഴുള്ള ദേഷ്യം കണ്ടോ? അനു പാപ്പോ. ഇല്ല, ഞങ്ങൾ വരില്ല. കളി കുറച്ച് കൂടുന്നുണ്ട്. വരാനല്ലേ പറഞ്ഞത്? വാ വാ. ഇല്ല, ഇന്ന് ഞങ്ങൾ മമ്മിയുടെ കൂടെയാ. വരാനല്ലേ പറഞ്ഞത്? മമ്മിയെ പറ്റി എന്തൊക്കെയാ കുട്ടികളോട് പറഞ്ഞു വെച്ചിരിക്കുന്നേ? മമ്മി ദുഷ്ടയാണ്, സ്നേഹം പുറത്തേ ഉള്ളൂ, അകത്തില്ല, കോപം വന്നാ കടിച്ചു കീറാൻ വരും. ഛെ, ഛെ, ഛെ. അതൊക്കെ പോരാഞ്ഞു വല്ലാത്തൊരു വാശിയും. എന്തൊക്കെയാണേലും ഡാഡി മമ്മിയുടെ അടുത്തേക്ക് വരില്ല, മമ്മി വേണേ ഇങ്ങോട്ട് വരട്ടെ. ഇത്രയൊക്കെ അഹങ്കാരം വേണമായിരുന്നോ ഒരു പാവം മമ്മിയോട്? അവസാനം തോറ്റതാരാ? ഞാൻ. അങ്ങനെ തോറ്റു തൊപ്പിയിട്ട് ഡാഡി പിള്ളേരെ കൊണ്ട് പോയി. അവിടെ കഥ തീർന്നു. വാ. ഇല്ല, വാ. ഞങ്ങൾ വരില്ല. വരാനാ പറഞ്ഞത്. വാടി ഇവിടെ. വാ. ഞങ്ങൾ വരില്ല. ഡാഡി, വരാനല്ലേ പറഞ്ഞത്? വരില്ല. അവിടെ. വേണ്ട, അവിടെ വേണ്ട. അനു. ഇനി അവരെ വേദനിപ്പിക്കണ്ട. പറയുന്ന കേക്ക്. എന്തിനാ ഈ ടെൻഷനും ദേഷ്യമൊക്കെ? സമാധാനം ഉണ്ടാക്കാം.
ഇന്ന് മമ്മിയുടെ കൂടെ നിന്നാ മതി. ആ ആ വാ, ഇന്നൊരു ദിവസം ഇവിടെ നിന്നു എന്ന് വെച്ച് ഈ മമ്മി കുട്ടികളെ കടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല. ഇത് ലവ് ഷോറാ. ലവ് ഷോർ എന്ന് വെച്ചാ സ്നേഹതീരം. ഈ തീരത്തുനിന്ന് എത്ര സ്നേഹം വേണേലും വാരിയെടുക്കാം കുട്ടികൾക്ക്. എന്താ ഉറക്കം വരുന്നോ? ഡാഡിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. കുടിക്കാൻ എന്താ വേണ്ടത്? രാത്രി 7:30 കഴിഞ്ഞാ പിന്നെ ചായ കുടിക്കില്ലല്ലോ. അയ്യടാ, അതൊന്നും മറന്നിട്ടില്ലല്ലേ? എനിക്ക് മറക്കാൻ പറ്റുമോ അതൊക്കെ? ആഹാ, എന്തൊരു ഓർമ്മ, എന്തൊരു സ്നേഹം. താങ്ക് യു. ഇഷ്ടമുള്ള നല്ല ഒന്നാന്തര സൂപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വരുമ്പോ തരാൻ. കുടിച്ചു നോക്ക്. പഴയ രുചിയൊന്നും കാണില്ല ചിലപ്പോ. ഏയ്, അങ്ങനൊന്നുമില്ല. ഇനിയിപ്പോ രുചി കൂടാനാണ് ചാൻസ്. ഉറങ്ങിക്കോളൂ.